അപകട സമയത്ത് തന്നെ 8 പേർ മരണപ്പെട്ടു. പിന്നീടാണ് ഒരാളുടെ മരണം കൂടി സംഭവിച്ചത്. 13 പേർ ഉൾപ്പെടുന്ന സംഘത്തിൽ ഇനി 4 പേർ മാത്രമാണ് ശേഷിക്കുന്നത്. അതിൽ തന്നെ ഡ്രൈവറുടെ ആരോഗ്യം നില അടക്കം അങ്ങേയറ്റം ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറെ വേദനാജനകം ആയിട്ടുള്ളത്. 12 വയസ്സുള്ള ഹിഷാമിൻ്റെ വേർപാട് കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലിയ നൊമ്പരമായി മാറുന്നു എന്നതാണ്. നാടൊന്നടങ്കം ഏറെ വേദനയോടെ ആണ് ഈ യാത്രയെ ഇപ്പോൾ നൽകുന്നത്. അങ്ങനെ ഈ ആഘാതം താങ്ങാനാകാത്ത അവസ്ഥയിൽ ആണ് ഉറ്റവരും ഉടയവരും എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്കൂൾ മുറ്റം കണ്ണീർ കടലായി മാറി എന്നതാണ്. അവർക്ക് കണ്ണീർ പൂക്കളുമായി ഒരുപിടി കണ്ണീർ പൂക്കളുമായാണ് പ്രിയപ്പെട്ട കുട്ടികൾ എത്തിയത്, അവരുടെ രക്ഷിതാക്കൾ എത്തിയത്, ആ നാട് ഒന്നടങ്കം എത്തിയത്. അങ്ങനെ ഒരു നാടിൻ്റെ ഒരു ജനതയുടെ കണ്ണീരായി ആ 9 പേർ മാറി. അവർ ഒരുമിച്ച് യാത്ര ആരംഭിച്ചിരുന്നു. അവരിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ വിട പറയുന്നു. ഇപ്പോഴിതാ അവർ ഓരോ വാഹനത്തിലായി അവരുടെ അവസാന യാത്രയിൽ ആണ്. അവസാനമായി അവർ അവരുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇനി ഒരു വിട പറച്ചിലിൻ്റെ യാത്രയയപ്പിൻ്റെ നിമിഷങ്ങൾ ആണ്. ഇനി ഒരിക്കലും തിരികെ വരാത്ത ആ യാത്രയിൽ അവരെ യാത്രയാക്കാൻ നൂറുകണക്കിന് ആളുകൾ ആണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് മൃതദേഹം എത്തിച്ചത്. ആംബുലൻസുകൾ ആണ്, അവിടെ നിന്ന് എത്തിയ ആംബുലൻസുകൾ എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തമിഴിൽ ആണ് ആംബുലൻസിൽ എഴുതിയിട്ടുള്ളത്. അതേ വാഹനത്തെ തന്നെ ഇവരെ വസതികളിലേക്ക് മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസിൽ ആണ്, നമുക്ക് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് എന്നതിൽ എഴുതിയിട്ടുണ്ട്. അത് തമിഴ്നാട് സർക്കാരിൻ്റെ തന്നെ ആംബുലൻസിൽ ആണ് ഈ മൃതദേഹം ഇപ്പോൾ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേ ആംബുലൻസിൽ തന്നെ മൃതദേഹങ്ങൾ ഓരോ വസതിയിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം മൃതദേഹം ഓരോരോ വാഹനത്തിലായി നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ മാറ്റി മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. പ്രധാന അധ്യാപികയെ അടക്കം യാത്രയയക്കുന്നു. നേരത്തെ മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ, മൃതദേഹങ്ങൾ ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ മുതൽ അണയാത്ത ആൾ പ്രവാഹം ആയിരുന്നു, അണമുറിയാത്ത ആൾ പ്രവാഹം ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാവരും, ആ നാട്ടിലെ ഒരു ജനത ഒന്നടങ്കം അവർ സ്വയം വോളണ്ടിയർമാരായി മാറുന്ന സാഹചര്യം, ആരെയും നിയന്ത്രിക്കേണ്ട പശ്ചാത്തലം അവിടെ ഉണ്ടാകുന്നില്ല. നാട്ടിലെ യുവാക്കൾ, സ്ത്രീകൾ, മുതിർന്നവർ, അങ്ങനെ എല്ലാവരും സ്വയം അച്ചടക്കം പാലിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. ആർക്കും ആരോടും ഒന്നും പറയാനില്ലാത്ത നിമിഷങ്ങൾ, സ്വയം ദുഃഖം കടിച്ചമർത്തുന്ന നിമിഷങ്ങൾ. ആ വിടവാങ്ങൽ എന്നത് അത്രമേൽ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. ഒരു കൂട്ടം അധ്യാപകർ ആണ് ഒരുമിച്ച് യാത്രയായത് എന്നത് ആ നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, നല്ല ചൂടാണ് എന്ന് നേരത്തെ അവിടെ നിന്ന് CV അനുമോദ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആണ് അവിടേക്ക് നിരവധിയായ ആളുകൾ എത്തിയത്. അവിടെ എത്തുന്ന ആളുകൾ അവർ ഒരു നോക്ക് മൃതദേഹം കണ്ട ശേഷം അവിടെ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം അവരവരുടെ വസതികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പൊതുദർശനം അവസാനിക്കുന്നു. അന്ത്യോപചാരം അർപ്പിച്ച് ഒരു നാട് അവർക്ക് യാത്രയയപ്പ് നൽകുന്നു. ഈ സ്കൂൾ മുറ്റത്ത് ഒരുമിച്ചെത്തിയിരുന്ന അധ്യാപകർ ആണ്, ആ സ്കൂളിലെ സ്റ്റാഫ് മുറിയിൽ ഒരുമിച്ച് സമയം ചെലവഴിച്ചിരുന്നവർ ആണ്, വ്യത്യസ്ത ക്ലാസ് മുറിയിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നവർ ആണ്. അവരെല്ലാം ഇനി സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നു. ഇനിയൊരിക്കലും ഈ സ്കൂളിലേക്കില്ല എന്ന് അവർ ആ യാത്രയയപ്പിൽ പറയുന്നുണ്ടാകാം നിശബ്ദമായി. അങ്ങനെയുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ആ അധ്യാപകർ തിരികെ വരില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കുട്ടികൾ അധ്യാപകരെ യാത്രയയക്കുന്നു. ഒപ്പം രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും യാത്രയാക്കുന്നു. ഒരു പക്ഷേ ഇന്നലകളിൽ വരെ സ്കൂളിൽ നിന്ന് ഓരോ കുട്ടിയും യാത്രയായോ എന്ന് തിരക്കിയിരുന്ന, എല്ലാവരും സ്കൂളിൽ നിന്ന് പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ആ സ്കൂളിൽ നിന്നും യാത്രയായിരുന്ന അധ്യാപകർ സ്കൂളിൽ നിന്ന്
വീട്ടിലേക്ക് മടങ്ങിയിരുന്ന അധ്യാപകർ. ഇന്നിപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. അവരെയാണ് ആദ്യം യാത്രയാക്കുന്നത്. അതിനുശേഷം മാത്രമേ ആ കുട്ടികളും രക്ഷിതാക്കളും ആ നാടും അവിടെ നിന്ന് മടങ്ങൂ. അങ്ങനെ അധ്യാപകരെ ആദ്യം യാത്രയാക്കുന്നു. ആ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. അവധിക്കാലത്ത് ഏറെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആകേണ്ട ഒരു സ്കൂൾ അങ്കണം ആണ് ഇത്തരത്തിൽ ഒരു വിലാപക്കടലായി മാറുന്നത്, കണ്ണീർ കടലായി മാറുന്നു. നൂറുകണക്കിന് ആളുകൾ ആ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയിരുന്നു. അവർ ഒരുമിച്ച് ആ അധ്യാപകരെ യാത്രയാക്കുന്നു. ഒരുപക്ഷെ ഇനി 2 മാസങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കുട്ടികളെ സ്വീകരിക്കണം, എങ്ങനെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന ഒരു പറ്റം അധ്യാപകർ, ആ അധ്യാപകർ ആണ് ഇപ്പോൾ മടങ്ങുന്നത്. ഇനി ആ സ്കൂളിലേക്ക് അവർ തിരികെ എത്തുന്നില്ല എന്നതിനെ ഉൾക്കൊള്ളാൻ നാട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ഏറെ പ്രയാസകരമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അത്രമേൽ ദുഃഖത്തോടു കൂടിയാണ് ആ നാട് അവരെ യാത്രയാക്കുന്നത്. വൈകാരികമാകുന്ന നിമിഷങ്ങൾക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകർ ആയിരുന്നു. ഇപ്പോൾ മൃതദേഹം ഓരോന്നായി വാഹനത്തിലേക്ക് കയറ്റി വാഹനങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നു എന്നതാണ്. ഓരോരോ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. അനുമോദ് വാഹനങ്ങൾ ഓരോന്നായി, അതായത് ആംബുലൻസിലേക്ക് മൃതദേഹം ഓരോന്നായി കയറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി ഇവരുടെ സ്വദേശം ഈ പരിസരത്ത് തന്നെയുള്ള അധ്യാപകരാണോ, അതെയോ ഈ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ താൽക്കാലികമായി വന്ന് നിൽക്കുന്നവർ ഉൾപ്പെടെയുണ്ടോ, എന്താണ് അത്തരം പശ്ചാത്തലം വ്യക്തമാണോ അനുമോദ്? അഭിലാഷ, ഇവരൊക്കെ തന്നെ ഈ നാട്ടുകാരാണ്. 2 പേർ മാത്രമാണ് ഇവരിൽ നിന്ന് കുറച്ച് ദൂരം താമസിക്കുന്നത്. അത് പ്രധാനാധ്യാപികയായിരുന്ന അജിതയും ആശയുമാണ്. ആശ ടീച്ചർ കൊളത്തൂരിലും അജിത ടീച്ചർ പാലൂരിലുമാണ്, പുലാമന്തൂർ. മറ്റെല്ലാവരും പാങ് സ്വദേശികൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ നാടിന്റെ വേദന. കാരണം അവർക്ക് നിത്യപരിചിതരായ, അവർക്കൊപ്പം ഉണ്ടായിരുന്ന, അവരിലൊരാളായിരുന്നവരാണ് ഇവരൊക്കെ വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളും ഇതാ ആംബുലൻസിലേക്ക് കയറ്റി അവരുടെ വീടുകളിലേക്കുള്ള അവസാന യാത്ര തുടങ്ങുകയാണ്. ഈ വീടുകളിലേക്ക് അവർ കഴിഞ്ഞ ദിവസം യാത്ര പറഞ്ഞിറങ്ങിയ വീടുകളിലേക്ക് അവർ നിശബ്ദരായി ചെല്ലുകയാണ്. ഇനി ഒരിക്കലും അവരിനി ഒരു തിരിച്ചുപോക്ക് ഇല്ല. അവരുടെ അവസാന യാത്രയാണ് വീടുകളിലേക്ക്. ഇപ്പോൾ ഓരോ ആംബുലൻസുകളിലും മൃതദേഹങ്ങൾ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ വീടുകളിലേക്ക് ആശ ടീച്ചറുടെ കൊളത്തൂരിലെ വീട്ടിലേക്കും അജിത ടീച്ചറുടെ പാലൂരിലെ വീട്ടിലേക്കും മജീദ് മാഷും ഭാര്യ റുഖിയും പാങ് അവരുടെ വീട്ടിലേക്കൊക്കെ യാത്രയാവുകയാണ്. മജീദ് മാഷുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കേവലം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. അത്രമാത്രം ആ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നിട്ട് പോലും ഉണ്ടാവില്ല മാഷും റുഖിയും. അവരാണ് ഇപ്പോൾ ചേതനയേറ്റ് പുതിയ വീട്ടിലേക്ക് ഇനി കയറുന്നത്. എല്ലാ മൃതദേഹങ്ങളും ഇപ്പോൾ ആംബുലൻസുകളിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി പൊതുദർശനത്തിന് ശേഷം അവരുടെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് കടക്കുക. അല്പസമയം വീടുകളിൽ പ്രാർത്ഥനയുണ്ടാകും. അതൊക്കെ തികച്ചും സ്വകാര്യമായ ചടങ്ങുകളാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അവരുടെ സ്വകാര്യത മാനിക്കണമെന്നൊരു അഭ്യർത്ഥനയും അവർ നടത്തുന്നു. അപ്പോൾ ഇവർക്കിവിടെ യാത്രാമൊഴി ചൊല്ലേണ്ട സമയം, ഇവിടെ നിന്നും യാത്രാമൊഴി ചൊല്ലേണ്ട സമയമായിരിക്കും. അബ്ദുൽ മജീദിൻ്റെയും റുഖിയുടെയും അതുപോലെ അജിത ടീച്ചറുടെയും ആശ ടീച്ചറുടെയും സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും ഒക്കെ മൃതദേഹം ഇതിനോടകം തന്നെ ആംബുലൻസുകളിലേക്ക് കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും എല്ലാവരും വിട പറയും. ഇന്നലെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയവർ തിരിച്ചെത്തിയത് ചേതനയേറ്റാണ്. അതൊരു വിലാപയാത്രയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളം ഒരുപാട്
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.